താലിബ്. എത്ര നല്ല മനസ്സിലാണെന്നറിയും. ഉറങ്ങരുതേ, കേൾക്കണം. ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. ഭയങ്കര സൽസ്വഭാവി. മക്കത്തെ കഅബാലയത്തിന്റെ നേതാവ്. കള്ളു കുടിച്ചിട്ടില്ല ജീവിതത്തിൽ മക്കാര് ചെയ്ത പോലെ വ്യഭിചരിച്ചിട്ടില്ല, പലിശ പൈസ വാങ്ങിയിട്ടില്ല, ദരിദ്രനായി ജീവിച്ചാണ്, ഫഖീറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാളും സ്നേഹിച്ച ആളാണ് അബൂ താലിബ്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, തൗഹീദില്ല. മൊത്തത്തിൽ നല്ല മുത്തു പോലത്തെ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അബൂ താലിബിനെ, മൂത്താപ്പാനെ. അവിടെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വരെ പോയിട്ട് പറഞ്ഞു, മൂത്താപ്പ ഒന്നാ കലിമ പറഞ്ഞിട്ട് മരിക്കും, ഞാൻ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ട് സ്വർഗം വാങ്ങിച്ചു തരും, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. അവൻ പറഞ്ഞതാണ് അബൂ താലിബ്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു ഔ ഹദാരി മസബ്ബത്തിൻ ലവജദ്തനി സംഹം ബിദാക മുബീനാ. അബൂ താലിബിന്റെ പാട്ടാണ്. മോനെ മുഹമ്മദേ, നീ പറയുന്ന ദീനാണ് ദുനിയാവിലെ നമ്പർ 1 ദീൻ. എനിക്കറിയാം, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ പറയുന്ന ശരി, നിനക്ക് ബോധ്യപ്പെട്ടു. അല്ലാത്തവരെ വിളിക്കലും പ്രാർത്ഥിക്കലും ശിർക്കാണ്, ശരിയല്ല. പക്ഷെ ഞാനത് പറഞ്ഞാൽ എന്നെ ആൾക്കാർ കളിയാക്കും, ആക്ഷേപിക്കും, ചീത്ത പറയും. എന്റെ ബാപ്പ അബ്ദുൽ മുത്തലിബിന്റെ ദീൻ വിട്ട് പുതിയ ദീനിലായിട്ട് ഞാൻ മരിച്ചു എന്ന് ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തും. ആ പേടി എനിക്കില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നു പോലെ. അള്ളാഹ്ക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ഹിദായത്തിലാക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ ഇഷ്ടമുള്ള ആള് ഞാൻ ഹിദായത്തിലാക്കും. നിങ്ങളെ മൂത്താപ്പാർക്ക് ഇസ്ലാം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, പോയിക്കൊള്ളുന്നു. അബൂ താലിബിന് ഹിദായത്ത് കൊടുക്കാൻ, തൗഹീദ് കൊടുക്കാൻ ഞാൻ നമ്മളെ പറ്റി ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹിന്റെ മൂത്താപ്പാക്ക് കിട്ടാത്തത് അള്ളാഹ് എനിക്ക് നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. സുജൂദൊന്നും എണീക്കാൻ കഴിയില്ല, അതിന്റെ വില മനസ്സിലാക്കിയാല്. അങ്ങനെ മൂത്താപ്പ് മരിച്ചു. എനിക്ക് കേൾക്കണേ, മൂത്താപ്പ് മരിച്ചു. മകൻ അലി റളിയല്ലാഹു അൻഹു ഓടി വന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ. പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണേ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖദ് മാത അമ്മുക ദ്ദാല്ലു, നിങ്ങളുടെ പിഴച്ചുപോയ മൂത്താപ്പ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. എന്റെ ഉപ്പ എന്ന് പറഞ്ഞില്ല, എന്റെ ഉപ്പാന്ന് അലി പറയുന്നില്ല. നിങ്ങളെ മൂത്താപ്പ. എങ്ങനത്തെ മൂത്താപ്പ? പിഴച്ചുപോയ മൂത്താപ്പ. എന്ത് പിഴവ്? ഒരു ദുസ്വഭാവവും ഇല്ല. തൗഹീദ് ഇല്ലാണ്ടായിപ്പോയി, ശിർക്ക് ചെയ്തു, പിഴച്ചുപോയി. മറുപടിയായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി കേട്ടോളൂ കേട്ടോ. ഇദ്ഹബ് ഫവാരി, മോനെ നീ പോയി മൂത്താപ്പാൻ എവിടെങ്കിലും കുഴിച്ചിട്ടിട്ട് വാ, ഞാൻ വരുന്നില്ല. എന്നെ സ്നേഹിച്ച ആളാണ്, എന്റെ മൂത്താപ്പയാണ്. മയ്യത്തെ പരിപാലനത്തിന് ഞാനില്ല, കാരണം മുശ്രിക്കായിട്ട് ചത്തുപോയി, എന്നെ കൊണ്ട് പറ്റൂല. ഫവാരി, നീ പോയിട്ട് കുഴിച്ചിട്ടിട്ട് വാ, എന്റെ അടുത്തേക്ക് എന്നെ വരണമെന്നും പറഞ്ഞു. അലിയോ ഞാൻ പറഞ്ഞു, ഞാൻ പോയി എന്റെ ഉപ്പാനെ കുഴിച്ചിട്ടു. ഖബറടക്കാന്ന് പോലും പറയുന്നില്ല റസൂലുള്ളാഹി തങ്ങൾ. ശിർക്ക് അത്ര വലിയ പ്രശ്നമുള്ള കേസാണ്. ഞാൻ വന്നു, റസൂലുള്ളാഹി എനിക്ക് വേണ്ടി സമാധാനം കിട്ടാൻ ദുആ ചെയ്തു. എന്റെ ഉപ്പല്ലേ തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് കുളിച്ചിട്ട് വാ. ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു. അള്ളാഹുവിന്റെ റസൂല് മൂത്താപ്പ അബൂ താലിബിന്റെ മയ്യത്തിനെ അവഗണിച്ചതിന്റെ കാര്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ ദാത്തില് പങ്കു ചേർത്തുകൊണ്ടാ പോയത്. ഒരിക്കലും അള്ളാഹു മാഫാക്കൂല. നാളെ ആഖിറത്തിൽ അബൂ താലിബ് നരകത്തിന്റെ തീയാണ്. റസൂലുള്ളാഹിന്റെ മൂത്താപ്പ അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളെ ഉപ്പമാരും ഉമ്മമാരും ശിർക്കിലായിട്ട് വധിച്ചാൽ അവരും നരകത്തിന്റെ തീ കൊള്ളിയാണ്, ഒരു സംശയമില്ല. അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അവർക്ക് വേണ്ടി ഉംറ ചെയ്യാനും പറ്റൂല, ഹജ്ജ് ചെയ്യാനും പറ്റൂല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റൂല. പോയി. അതിന് നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടതറിയോ? തൗഹീദോടെ മരിക്കാൻ ദുആ ചെയ്തോളി, ശിർക്കിന്ന് രക്ഷപ്പെടാൻ ദുആ ചെയ്തോളി. ശിർക്കിലായിക്കൊണ്ടാ മരിച്ചതെങ്കിൽ കംപ്ലീറ്റ് പോയി. എന്താ അതിനുള്ള ദുആ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. عائشة رضي الله عنها, سلمة رضي الله عنها, عبد الله بن مسعود, أنس بن مالك, أبو هريرة, ഇവരൊക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആകളിൽ ഏറ്റവും അധികം റസൂലുള്ളാഹി പറയുന്ന ദുആ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്
ഹൃദയത്തെ മറിച്ചു കൊണ്ടിരിക്കുന്നവനെ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ, അലാ ദീനിക്, നിന്റെ ദീനിന്റെ മേൽ, തൗഹീദിന്റെ മേൽ. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരാൾ തൗഹീദ് ആയി കഴിഞ്ഞാൽ പിന്നെ മാറിപ്പോവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ഖൽബ് അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹു കൈഫ യശാ, ഉദ്ദേശിക്കുന്ന പോലെ അവൻ തിരിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് എങ്ങനെ മരിക്കും ഒരു ഉറപ്പില്ല. തൗഹീദോടെ, ഈമാനോടെ, എനിക്ക് എന്റെ അല്ലാഹ് മദീന് പ്രഖ്യാപിക്കുന്ന ആ ഒരു ചങ്കൂറ്റത്തില് ദുനിയാവെന്ന് പോവാൻ പറ്റിയാൽ ജയിച്ചു, അല്ലേ അവൻ തോറ്റവനാണ്, ഒരു രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പാനിമാരെല്ലാം അവസ്ഥ ഓർക്കുമ്പോ ചിലപ്പം സങ്കടം വരും, വേറെ വഴിയില്ല. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്ന അബി, എന്റെ ഉപ്പ എവിടെയാണ്, സ്വർഗത്തിലോ നരകത്തിലോ? റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ ഫിന്നാർ, എന്റെ ഉപ്പ നരകത്തിലാണ്. ഈ സഹാബി സങ്കടപ്പെട്ട് പോകുമ്പോ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അബി വ അബൂക ഫിന്നാർ, എന്റെ ഉപ്പയും നിന്റെ ഉപ്പയും നരകത്തിലാണ്. ആരുടെ ഉപ്പ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാര്യം? ശിർക്കിലായി പോയി. ഇമാം നബവി റഹ്മഹുല്ലാഹ് പറഞ്ഞു, മില്ലത്തെ ഇബ്രാഹിം അനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ട ആളായിരുന്നു, പക്ഷെ അത് ശ്രദ്ധിച്ചില്ല, ചെയ്തില്ല, പോയി. മറ്റൊരിക്കൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവിനോട് അനുവാദം ചോദിച്ചു. 6-ാമത്തെ വയസ്സിലാ ഉമ്മ മരിച്ചു പോകുന്ന ആമിന, പൂർണ്ണ യത്തീമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റബ്ബ് എന്നെ സമ്മതിച്ചിട്ട് പറഞ്ഞു, വാ നീ പോയിട്ട് സിയാറത്ത് ചെയ്തോളി. റസൂലുള്ളാഹി ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയി, കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ കരഞ്ഞു. കൂടെ നിന്ന സഹാബത്ത് ആ കരച്ചില് കണ്ടിട്ട് കരഞ്ഞു. നബി പറയാണ്, ഞാൻ ചോദിച്ചു, അല്ലാഹുവേ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനം തേടിക്കോട്ടെ, മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തോട്ടെ. എന്റെ റബ്ബെന്നെ അനുവദിച്ചില്ല. നിന്റെ ഉമ്മ മരിച്ചത് ശിർക്കോട് കൂടിയാണ്. ശിർക്കോട് കൂടി മരിച്ച ആൾക്ക് വേണ്ടി എന്നോട് പാപമോചനം ചോദിക്കരുത്, അള്ളാന്റെ കൽപ്പന വന്നു. പിന്നെ എങ്ങനെ നമ്മളുപ്പാക്കും വേണ്ടി ചോദിക്കാൻ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉംറ കഴിഞ്ഞ് പോകുമ്പം ഇത് ഉറപ്പിച്ചിട്ട് പോയിക്കോളി, ഞാൻ തൗഹീദോടെയാണ് പോകുന്നത്, ആ തൗഹീദോടെ ഞാൻ മരിക്കും എന്ന ഉറപ്പിൽ പോയിക്കോളി. വീട്ടിലുള്ളവർക്ക്, ഉപ്പാക്ക്, ഉമ്മാക്ക്, ഭാര്യക്ക്, ഭർത്താവിന്, മക്കൾക്ക്, പേരക്കുട്ടികൾക്ക്, അയൽവാസികൾക്ക്, ബന്ധുക്കൾക്കെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തോളി. ഇല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ നല്ല പക്ക മുവഹ്ഹിദുകളായി, മുഅ്മിനുകളായി ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു യാത്രയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.